പടച്ചോനെ, ഈ അയലമല വിരിച്ച തുണി മുഴുവൻ നനഞ്ഞല്ലോ. ഇവിടെയുള്ള സൈത്താൻമാരൊക്കെ ഇതെവിടെ പോയി കിടക്കുക? മഴ പെയ്യണ വിവരം ഇതിറ്റങ്ങളൊന്നും അറിയുന്നില്ലേ? ഞാൻ എത്ര കഷ്ടപ്പെട്ട് അലക്കിയ തുണിയാണ് ഇതൊക്കെ. ഫോണും കുത്തിപ്പിടിച്ച് അകത്ത് കിടന്ന് ഉരുളുന്നുണ്ടാകും. കാണിച്ചു തരാം ഞാൻ. ഇനി ഇതൊക്കെ എന്തിനു കൊള്ളും? ഷോ, പെട്ടെന്നാണല്ലോ മഴ പെയ്യണത്. ഞാനൊന്ന് പുറത്തു പോയി വരുമ്പോഴത്തേക്കും എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത്? ഹായ് ഹായ്, മഴ മഴ കുട കുട, മഴ വന്നാൽ പോപ്പിക്കുട. മഴ പെയ്തേ മഴ പെയ്തേ, പുരയുടെ മീതെ മഴ പെയ്തേ, മഴ പെയ്തേ മഴ പെയ്തേ, മുറ്റം നിറയെ മഴ പെയ്തേ, മഴ പെയ്തേ മഴ പെയ്തേ, തവളകൾ ചാടി രസിച്ചിടേ. ഒന്ന് മിണ്ടാതിരിട ഹംകെ. ഇജ്ജി മഴ പെയ്യണതൊന്നും കാണുന്നില്ലേ? മഴ പെയ്യണത് കാണുന്നുണ്ട്, അതുകൊണ്ടല്ലേ നമ്മൾ കൊട വെച്ചത്. ഇങ്ങളെന്തിനാ വല്യമ്മ നമ്മളോട് വെറുതെ ചൂടാവണത്? പിന്നെ ചൂടാവാണ്ട് ഞാൻ ഈ മുറ്റത്ത് നിറയെ അലക്കിയിട്ടിട്ടല്ലേ പുറത്തേക്ക് പോയത്. ഇതൊക്കെ മഴ പെയ്ത് നനയണത് നീ കാണുന്നില്ലേ? നമ്മളെ കണ്ണ് കാണുന്നുണ്ട്, ഇങ്ങളെ കണ്ണ് കാണുന്നില്ലേ? ഇങ്ങളെന്തിങ്ങനെ മഴയത്ത് നിൽക്കണത്? ഇങ്ങനെ മഴയത്ത് നിന്നിട്ട് വല്ല പനിയും പിടിപ്പിക്കാനാണോ? ഇമ്മച്ചിയെ ഇമ്മച്ചിയെ, ദേ ഈ വല്യമ്മയുടെ കളി കണ്ടോ? വല്യമ്മയുടെ മുറ്റത്ത് നിന്ന് മഴ കൊള്ളണോ? നമ്മൾ മഴ കൊള്ളുന്നുണ്ടെന്നോ? ഇജ്ജ് എന്തൊക്കെയാണ് ഈ പറയണത്? പിന്നെ നമ്മൾ പറയുന്നത് സത്യമല്ലേ? നിങ്ങൾ എന്തിനാ ഇങ്ങനെ മഴ കൊള്ളുന്നത്? ഏടാ, നമ്മൾ മഴ കൊള്ളണതല്ല. പിന്നെ മഴ കൊള്ളാതെ പിന്നെ ഇതെന്താന്നാ? അതല്ലടാ നമ്മൾ പറഞ്ഞത്. ഞാൻ പുറത്ത് പോയതാണ്. പുറത്ത് പോയി വരുമ്പോഴത്തേക്ക് പെയ്തതാണ് മഴ. ഓളയുടെ സൈന ഓക്കെ നമ്മൾ വച്ചിട്ടുണ്ട്. ആ, നമ്മളെങ്ങും ശ്രദ്ധിച്ചിട്ടില്ല. അമ്മച്ചി അകത്തുണ്ടെന്നാ തോന്നുന്നത്. എടാ, ഈ മഴ തിരിച്ചെടു പോകിയാ? നമ്മളെ ഒന്ന് പുറത്ത് പോയിട്ട് വേഗം വരാം. എടാ ഉസ്മാനെ, നീ ഇപ്പൊ എവിടെ പോകണ്ട. നല്ല ഇടിക്ക് സാധ്യതയുണ്ട്. അന്ന് പോ വല്യമ്മ, നമുക്കൊന്നും പേടിയില്ല. നമ്മളെ ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ചെന്നിട്ട് വേഗം വരാം. എടാ ശ്രദ്ധിച്ചു പോകണേ, തോട്ടിന്റെ സൈഡിൽ കൂടി ഒന്നും പോകണ്ട. ഏയ്, നിങ്ങൾ പേടിക്കണ്ട വല്യമ്മച്ചേ, നമ്മൾ വേഗം വരും. ഷോ, ഈ കുട്ടികളുടെ ഓരോ കാര്യേ. ഇതിങ്ങൾക്ക് മഴയാണ് വെയിലാണെന്നുള്ള ഒരു ചിന്തയും ഉണ്ടാവില്ല. അതെങ്ങനെയാ? ഇവിടെ ഒന്നില്ലേ? അതിന്റെ അല്ലേ മോനെ? എവിടെ പോയി കിടക്കുകയാണാവോ അവള്? സൈന, എടി സൈന, എടി സൈന, ഇജ്ജേരി ഉള്ളത്? എന്താ സുഖം മഴയത്ത് ഇങ്ങനെയൊക്കെ നടക്കാൻ. ഷോ, ഒന്ന് വേഗം സ്കൂൾ തുറന്നാ മതിയായിരുന്നു. മഴയത്തെ കുടയും ചൂടി സ്കൂളിലേക്ക് പോകാൻ കൊതിയാവണു. ഈ മരത്തമ്മ നിറയെ ഓറഞ്ച് ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരെണ്ണം പറിച്ചാലോ? മഴയത്തെ ഓറഞ്ച് പറിച്ച് കഴിക്കാൻ നല്ല രസമുണ്ടാകും. ഓ, പക്ഷെ എനിക്ക് ആ മരത്തിന്റെ മുകളിൽ എത്തില്ലല്ലോ. സാരമില്ല, മഴ ചോർന്നിട്ട് വേണമെങ്കിൽ വന്നിട്ട് പറിക്കാം. ഇനി അവിടെയും കൂടെ ഒന്ന് ചെന്ന് നോക്കാം. ആ സൈഡിലത്തെ തോട്ടിലെ നിറയെ വെള്ളമുണ്ടാകും. അവിടെ മീനുകളൊക്കെ ഉണ്ടോ എന്ന് ചെന്ന് നോക്കിയിട്ട് വേഗം വരാം. എടാ ഉസ്മാനെ, ഒന്നവിടെ നിക്കടാ. ഇത് ഞാനാണ് പിങ്കിമോൾ, നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. ഷോ, ഇവന്റെ ചെവി പൊട്ടിയോ? ഇവനെന്താ വിളിച്ചിട്ട് അനങ്ങാത്തത്? എടാ ഉസ്മാനെ, പോകാതെ നീ ഒന്ന് തിരിഞ്ഞു നോക്കടാ. ഇത് ഞാനാ പിങ്കിമോള്. അതെവിടുന്ന ഒരു ശബ്ദം കേൾക്കണത്? എടാ പുറകിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കടാ, ഞാൻ മഴയത്ത് പെട്ടു. നീയോ? അതെടാ ഞാൻ തന്നെയാ, ഞാൻ മഴയത്ത് പെട്ടു. നീ ഒന്ന് ആ കൊടയിൽ എന്നെയും കൂടെ കൂട്ടുമോ? എടി, അതിന് ഈ കൊടയിൽ എനിക്ക് തന്നെ സ്ഥലമില്ല, പിന്നെ എങ്ങനെയാ നീയും കൂടെ നിൽക്കുക? അതൊന്നും സാരില്ലടാ, കുറച്ച് സ്ഥലം താടാ. ഞാൻ കുറേ നേരമായി മഴ കൊള്ളുന്നു. എടി പിങ്കിമോളെ, നീ മഴയത്ത് എവിടെയാ കൊട എടുക്കാതെ പോയത്? അത് ഞാൻ ആ ചേട്ടന്റെ കടയിൽ സാധനം മേടിക്കാൻ പോയതാണ്. പെട്ടെന്നാണ് മഴ പെയ്തത്. ഞാനാണെങ്കിൽ കൊട എടുക്കാനും വിട്ടുപോയി. മഴക്കോള് കണ്ടപ്പോഴേ ഞാൻ പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ നിന്നില്ല, വേഗം വീട്ടിലേക്ക് തിരിച്ചതാണ്. പക്ഷെ മഴ പെയ്തു. എടാ നോക്കി നിൽക്കാതെ നീ ആ കൊടയിൽ എന്നെയും കൂടെ ഒന്ന് കയറ്റി. ഒന്ന് പോടി വിളയായിരുന്നു. ഇതിൽ അമ്മക്കെന്നെ സ്ഥലമില്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെ ഇഞ്ചും കൂടി ഇതിൽ കയറാ? കുറച്ച് സ്ഥലം താടാ, അല്ലെങ്കിൽ എനിക്ക് പനി പിടിക്കും. സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതല്ലേ, ഇങ്ങനെ മഴ കൊണ്ടാ ഞാൻ പനി പിടിച്ച് കിടത്തത്തിലാകും, അത് ഉറപ്പാണ്. ആഹാ, ആ ബോധം നിനക്ക് ആദ്യം ഉണ്ടായിരുന്നില്ലേ? അവള് മഴക്കാലത്ത് കൊടയെടുക്കാതെ സർക്കിട്ടിന് ഇറങ്ങിയിരിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല പിങ്കിമോളെ? എടാ ഉസ്മാൻ, ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല, നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ കൂടെ കുടയിൽ കയറട്ടെ. പിന്നെ എന്റെ കുടയിൽ അങ്ങ് കാരിയാൽ നിന്റെ കാല് ഞാൻ വെട്ടും. എടാ ഉസ്മാനെ, നീ എന്ത് ദുഷ്ടനാടാ? നീയാണ് എന്റെ ഫ്രണ്ട്. നീ എന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തന്നെ എനിക്ക് മടിയാണ്. നോക്കിക്കോടാ, നീ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരില്ലേ? നിനക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ. ഫ്രണ്ടാണ് പോലും ഫ്രണ്ട്. ഇത്രയും വൃത്തികെട്ട ഫ്രണ്ടിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നോക്കിക്കോ, നീയുമായിട്ട് നീ എനിക്കൊരു കൂട്ടുമില്ല. നീ എന്നോട് മിണ്ടാനും വരണ്ട. എടി പിങ്കി മോളെ, നിക്കടി അവിടെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. വേണ്ട,
ഇതെന്ത് പറ്റി കുട്ടിക്ക്? അനങ്ങളില്ലല്ലോ. ഉസ്മാനെ, എടാ മോനെ ഉസ്മാനെ, ഇജ്ജെന്താടി ഇങ്ങനെ മുഖം താഴ്ത്തിയിരിക്കണത്? എടാ ഉസ്മാനെ, എന്നോടാ ചോദിക്കണത്. ഇജ്ജെന്താടി ഇങ്ങനെ ഇരിക്കണത്? എന്തെങ്കിലും ഒന്ന് മുണ്ട്. അല്ലോ, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്താണെങ്കിലും പറയടാ. ഉമ്മച്ചിയുടെ മോനൊന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയേ. എന്താ ഉമ്മച്ചിയെ? എന്താ മോന്റെ മുഖത്തൊരു വിഷമം? എന്താണെങ്കിലും ഉമ്മച്ചിയോട് പറ. വല്യമ്മ ചീത്ത പറഞ്ഞോ? ഏയ് അല്ല ഉമ്മച്ചിയെ. പിന്നെ പിന്നെ എന്ത് പറ്റിയതാണ്? അതില്ല ഉമ്മച്ചിയെ, എനിക്കൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയെന്നോ? എന്തബദ്ധം? അതില്ല ഉമ്മച്ചിയെ, രാവിലെ മഴ പെയ്യുമ്പോഴേ ഞാൻ മഴ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പൊ അവിടെ നിന്ന് ഞാൻ പുഴയിൽ വെള്ളം കയറിക്കോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതാ. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴേ അവിടെ പിങ്കി മോൾ ഉണ്ടായിരുന്നു. അവളുടെ കൈ കുടയുണ്ടായിരുന്നില്ല. ഞാനാണെങ്കിൽ കുട ചൂടിയിട്ടാ ഉള്ളതും. ആ കോട മഴയത്ത് അവൾ എന്നോട് ചോദിച്ചു ഞാനും ഈ കുടയിൽ കയറിക്കോട്ടെ എന്ന്. എന്നിട്ട് ഞാൻ അവളെ കുടയിൽ കയറ്റിയില്ല. കുടയിൽ കയറ്റിയില്ലെന്നോ? അവൾ നനഞ്ഞു. എന്നിട്ട് അതെ മെച്ചിയെ, അവൾ എന്നോട് കുറേ പറഞ്ഞു ഞാനും ആ കുടയിൽ കയറിക്കോട്ടെ കയറിക്കോട്ടെ എന്ന്. പക്ഷെ അവൾ പറഞ്ഞപ്പോഴൊന്നും ഞാൻ അവളെ കുടയിൽ കയറ്റിയില്ല. എന്നിട്ട് അവൾ എന്നോട് ദേഷ്യം പിടിച്ച് നടന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവള് പറഞ്ഞു അവളോട് ഇനി കൂട്ടുകൂടണ്ട എന്ന്. എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞു അവള്. ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്കറിയാം. ഞാൻ അവളോട് സോറി പറഞ്ഞതാണ്. പക്ഷെ അവൾ എന്നോട് അനങ്ങിയില്ല. സാരില്ല, ഉമ്മച്ചിയുടെ കുട്ടിക്ക് ചെയ്ത തെറ്റാണെന്ന് മനസ്സിലായല്ലോ. നീ അവളെ കണ്ട് ഒന്നും കൂടെ സോറി പറഞ്ഞ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇല്ല, അവൾ ഇനി എന്നോട് അനങ്ങത്തില്ല എന്ന് പറഞ്ഞു. അതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിന് അവൾ പറഞ്ഞതാണ്. നിങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കല്ലാണ്ട് വേറെന്താ? എന്റെ മോൻ പോയി അവളോട് ഒരു വട്ടം കൂടെ സോറി പറഞ്ഞാൽ മതി. അത് മാത്രമല്ല, ഇനി ഇങ്ങനെയൊന്നും ആരോടും ചെയ്യാൻ പാടില്ല. നമ്മളോട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാലേ നമ്മൾ അവർക്കൊക്കെ സഹായം ചെയ്യണം. അങ്ങനെയല്ലേ ഉമ്മച്ചി എന്നെ പഠിപ്പിച്ചത്? പിന്നെ എന്താ നിനക്ക് തെറ്റ് പറ്റിയത്? ഞാൻ പറഞ്ഞില്ല ഉമ്മച്ചി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അല്ലെങ്കിലും അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. പക്ഷേ ഞാൻ ഇനി അവളോട് സോറി പറയാൻ പോയാൽ അവൾ അത് കേൾക്കുമോ? അവൾ കേൾക്കുകയൊക്കെ ചെയ്യും. എന്നാ ഒരു വട്ടം പോയിട്ട് സോറി പറഞ്ഞേക്കാം അല്ലേ? സോറി പറഞ്ഞാൽ മാത്രം പോരാ, ഇനി ഇങ്ങനെയൊന്നും ചെയ്യാനും പാടില്ല. ഇല്ല അമ്മച്ചി, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഞാൻ വേഗം കമലാന്റിയുടെ വീട്ടിലേക്ക് പോകാം. എന്നിട്ട് അവളെയും കണ്ടിട്ട് അവളോട് സോറി പറഞ്ഞിട്ട് വരാം. ശരി, സൂക്ഷിച്ച് പോണേ മോനെ. ആ ശരി അമ്മച്ചി. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. പിങ്കി മോളെ, പിങ്കി മോളെ, കമലുമ്മ, കമലുമ്മ. ആഹാ, ആരിത്? ഉസ്മാനോ? കമലമ്മ, പിങ്കി മോളില്ലേ ഇവിടെ? ഉണ്ടല്ലോ, അവൾ അകത്തുണ്ട്. അവൾ എന്ത് ചെയ്യുകയാ? എന്താണെന്നും അറിയില്ല മോനെ. രാവിലെ മുതലേ ഒരേ ഇരുത്തമാണ് അവൾക്ക്. ഞാൻ കുറേ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന്, പക്ഷെ ഒന്നും അനങ്ങണില്ല. കമലമ്മ ഒന്ന് ഓളെ വിളിക്കോ? വിളിക്കാലോ. പിങ്കി മോളെ, പിങ്കി, ദാ നിന്നെ നോക്കി ഉസ്മാൻ വന്നിരിക്കണോ. പിങ്കി മോളെ, പിങ്കി, നീ ഇതെവിടെയാ ഉള്ളത്? എടാ ഉസ്മാനെ, നീ എന്താ അവിടെ തന്നെ നിൽക്കണത്? നീ ഇങ്ങ് വാ, അവൾ അകത്തുണ്ട്. ശരി. ആഹാ, നീ ഇവിടെ തന്നെ കിടക്കുകയാണോ? പിങ്കി മോളെ, നീ എന്താ ഇവിടെ തന്നെ കിടക്കണത്? ഇതാരാ വന്നതെന്ന് നോക്ക്. നിന്നെ നോക്കി ഉസ്മാൻ വന്നിരിക്കണോ. ഇതെന്ത് പറ്റി കുട്ടിക്ക്? പനിക്കുന്നുണ്ടോ? പിങ്കി മോളെ, നമ്മളിതാ വന്നിക്കണേ. നീ ഇങ്ങോട്ടേക്ക് നോക്ക്. മോളെ പിങ്കൂസേ, ഒന്ന് എഴുന്നേൽക്കടി. ഇതെന്ത് പറ്റി? ഹേയ്, ഒന്നുമില്ല മമ്മി. ഒന്നുമില്ലാതെ നീ ഇങ്ങനെ കിടക്കില്ലല്ലോ. എന്തോ പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റിയതാണ്? നീ എന്താ ഉസ്മാൻ വന്നിട്ടൊന്നും അനങ്ങാത്തത്? എനിക്ക് ആരെയും കാണണ്ട. എനിക്ക് കുറച്ചു നേരം കിടക്കണം. എല്ലാരും ഒന്ന് ഈ റൂമിൽ പോയി തരുമോ? കുറച്ചു നേരം സമാധാനത്തിൽ കിടക്കാനെന്ന് സമ്മതിക്കുമോ? മോളെ പിങ്കി മോളെ, നീ എന്താ ഇങ്ങനെ? ഉസ്മാൻ വന്ന് കണ്ടില്ലേ? അവന് വിഷമമാവില്ലേ? സാരില്ല ആന്റി, അവളെ വിളിക്കണ്ട. അവള് കിടന്നോട്ടെ, ഞാൻ പോയിക്കോളാം. മോനെ ഉസ്മാനെ, എന്ത് പറ്റി? നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ? ഏയ്, ഞമ്മക്കാരോട് പിണക്കയില്ല. ഞമ്മള് പോന്നാ. പിങ്കി മോളെ, ഞമ്മള് പോവാട്ടോ. പിന്നെ കാണാം. മോനെ ഉസ്മാനെ, പോവാതെ. സാരില്ല ആന്റി, നമ്മളിപ്പോ പോവാ, പിന്നെ വരാം. എടി പിങ്കി, അവൻ പോവുകയാണ്. അവനോട് പോകണ്ടെന്ന് പറ. എനിക്ക് ആരെയും കാണണ്ട. അവൻ പോകുന്നുണ്ടേ പോട്ടെ, അതിന് എനിക്കെന്താ? ഇവിടെ ഇപ്പൊ എന്താ ശരിക്കും സംഭവിക്കണത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മമ്മി നീ റൂമിൽ പോയി തരുമോ? എനിക്ക് കുറച്ചു നേരം കിടക്കണം. എന്റെ മോ, കിടന്നോടി, കിടന്നോ. നീ കുറച്ചു നേരം ആക്കണ്ട, കുറേ സമയം കിടന്നോ. ഞാൻ ഇങ്ങനെ പോയി തരാം. കുറച്ചു കഴിയുമ്പോൾ നീ ഇങ്ങോട്ടേക്ക് വാ. മമ്മി കമ്മി എന്ന് പറഞ്ഞു അപ്പൊ കാണിച്ചു തരാം. എടി കുഞ്ഞാവേ, ഉസ്മാനല്ലേ ഇരിക്കുന്നത്? അതെ,
ഉസ്മാനെ നീ ഒന്ന് സമാധാനിക്ക്, കരയാതിങ്ങനെ. എങ്ങനെ കരയാതിരിക്കും? അവള് മിണ്ടാതിരിക്കുമ്പോ എനിക്ക് എന്തോ ഒരു വല്ലാത്തത് പോലെയുണ്ട്. എടാ നീ ഒന്ന് കരയാതിരിക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഞാൻ അവളുടെ വീട്ടിൽ പോയി, എന്നിട്ട് അവളോട് മിണ്ടോന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ എന്നെ കണ്ട ഭാവം പോലും നടിച്ചില്ല, എന്നോട് അനിയുമില്ല. നീ കരയാതെ എഴുന്നേൽക്ക്, നമുക്കൊന്ന് ചെന്ന് നോക്കാം അവളെ. ഇല്ല, ഇനി ഞാൻ വരുന്നില്ല. അവൾക്ക് എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് വരുന്നില്ല. നിങ്ങൾ പോയി കളിച്ചോ, ഇനി ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് അല്ല. എനിക്കിനി ആരും ഫ്രണ്ടില്ല, ഞാനിനി തനിച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി കളിച്ചോ, എന്നെ കളിക്കാൻ കൂട്ടണ്ട. ഉസ്മാനെ നീ ഇങ്ങനെയൊന്നും പറയാതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല. വേണ്ട കുഞ്ഞാവേ, നിങ്ങൾ പോയി കളിച്ചോ, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. അങ്ങനെയൊന്നും പറയാതെ നീ നേരിട്ട് നമുക്കൊന്ന് ചെന്ന് നോക്കാം അവളെ. ഇല്ല, ഞാൻ വരില്ല. എനിക്കറിയാം അവൾക്ക് എന്നെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല എന്ന്. ഷോ എടാ, അതൊക്കെ അവൾ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. നീ നേനേൽക്ക്. നിങ്ങൾ ഇനിയും എന്നെയും കൂട്ടി അവളുടെ അടുത്ത് ചെന്നാലേ ചിലപ്പോൾ അവൾ നിങ്ങളോടും മിണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടേക്ക്, നിങ്ങൾ പോയി കളിച്ചോ. നീ ഒന്നും പറയണ്ട, നീ ഞങ്ങളുടെ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോകാം. വേണ്ട കുഞ്ഞാറ്റേ, ഞാൻ വരണില്ല. അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ വരണം. വരണം എന്ന് പറഞ്ഞാൽ വരണം. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ നിന്റെ കൂടെ കൂട്ടുകൂടില്ല. ശരി, ഞാൻ വരാം. പക്ഷേ അവൾ എന്നോട് മിണ്ടിയിട്ടില്ലെങ്കിൽ അതെനിക്ക് കൂടുതൽ വിഷമമാകും. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ, ഞങ്ങളല്ലേ പറയണത്. നീ ഞങ്ങളുടെ കൂടെ വാ. വാടി കുഞ്ഞാവേ, നമുക്ക് അവളുടെ വീട്ടിൽ പോകാം, എന്നിട്ട് അവളെ ഒന്ന് കാണാം. ശരി, എങ്കിൽ വാ. ദേ നോക്കടി, അവളല്ലേ വരണത് ഇങ്ങോട്ടേക്ക്. ശരിയാണല്ലോ, അവളാണത്. ഏടി പിങ്കി മോളെ, നീ ഇത് എങ്ങോട്ടേക്കാ പോകണത്? നിങ്ങളോ? അതെ, നീ എങ്ങോട്ടേക്കാ പോകണത്? നിന്റെ മുഖത്ത് ആകെ ഒരു വിഷമമുണ്ടല്ലോ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല, എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. ഞാൻ ഈ തൊടിയിൽ എവിടെയെങ്കിലും പനിക്കൂർക്കലുണ്ടോ എന്ന് നോക്കി ഇറങ്ങിയതാണ്. എനിക്ക് തുമ്മലും ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തീരെ വയ്യ. ആവി പിടിക്കാൻ വേണ്ടിയിട്ട് തുളസിയും പനിക്കൂർക്കലും നോക്കി ഇറങ്ങിയതാണ് ഞാൻ. മമ്മി പറഞ്ഞു ഈ തൊടിയിൽ എവിടെയെങ്കിലും ഉണ്ടാകുമെന്ന്. ഓ അത് ശരി, നിനക്ക് നന്നായിട്ട് പനിക്കുന്നുണ്ടോ? നല്ല ക്ഷീണമുണ്ട്. എടി പിങ്കി മോളെ, ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. എന്റെ വീട്ടിലേക്കോ? കളിക്കാൻ വേണ്ടിയിട്ട് വരികയായിരുന്നോ? അല്ല. അല്ലേ, പിന്നെ എന്തിനാ വരുന്നത്? അത് പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴുണ്ട് ദേ ഈ ഉസ്മാൻ ഇവിടെ നിന്ന് കരയുന്നു. അപ്പോൾ അവനോട് എന്തിനാ കരയണതെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു നീ അവനോട് പിണങ്ങിയെന്ന്. ഓ, അവന്റെ കാര്യമൊന്നും എനിക്ക് കേൾക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്. എനിക്ക് ഇവിടെ നിന്നങ്ങ് പനിക്കൂർക്കൽ കിട്ടിയിട്ട് വേണം പോയിട്ട് ആവി പിടിക്കാൻ. നീ എന്തിനാടി അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കണത്? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇങ്ങോട്ടേക്ക് പോകട്ടെ. എടി പിങ്കി മോളെ, നീ അവനോടുള്ള ദേഷ്യം ഇങ്ങനെ തീർക്കാതെ. ദേ കുഞ്ഞാത്തെ, ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് തീരെ വയ്യ, നിങ്ങൾ ഇങ്ങോട്ട് മാറുന്നുണ്ടോ? പാവം നോക്കടി, ദേ അവൻ അവിടെ നിന്ന് കരയുന്നു. അവൻ കരഞ്ഞാൽ എനിക്കെന്താ? അങ്ങനെ ലോകത്ത് എത്രയോ പേർ കരയുന്നുണ്ട്, അതൊക്കെ നോക്കി നിൽക്കലാണ് എന്റെ പണി. നീ എന്താടി ഇങ്ങനെ? ലോകത്ത് എത്രയോ പേരുണ്ട്, പക്ഷേ അവരൊക്കെ പോലെയാണോ നിനക്കവൻ? അവൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബെസ്റ്റ് ഫ്രണ്ടോ? അവനോ? ഇനി എനിക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മാത്രമല്ല, എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട് തന്നെ ഇല്ല. എടാ ഉസ്മാനെ, നീ ഇങ്ങനെ കരയാതെ. എടി പിങ്കി മോളെ, നീ ഒന്ന് ഞാൻ പറയണ കേൾക്കടി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ നിന്നോട് സോറി പറഞ്ഞില്ലേ, ഇനി ഞാൻ എങ്ങനെയൊന്നും ചെയ്യില്ല. വേണമെങ്കിൽ ഞാൻ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. ഞാൻ ചെയ്ത തെറ്റാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. നീ ചെയ്ത തെറ്റാണെങ്കിൽ കണക്കായി പോയി, അതിപ്പോ ഞാനെന്ത് വേണം? നീ കാരണമാ എനിക്കിങ്ങനെ പനി പിടിച്ചത്. നീ എന്നെ ആ കൊടയിൽ കാറ്റിരുന്നെങ്കിൽ എനിക്കിങ്ങനെ പനി പിടിക്കത്തില്ലായിരുന്നു. ഇതിപ്പോ സ്കൂൾ തുറക്കാനായില്ലേ, എന്റെ പനി അങ്ങ് മാറിയില്ലെങ്കിൽ ഞാൻ ഇന്ന് സ്കൂൾ പനിച്ചുകൊണ്ട് പോകണ്ടേ? ചിലപ്പോൾ എന്റെ ആദ്യത്തെ സ്കൂൾ തന്നെ കട്ടാകും. ഇതിനൊക്കെ കാരണം നീയാണ്. നിങ്ങളോടല്ലേ ഞാൻ വഴിയിൽ നിന്ന് മാറാൻ പറഞ്ഞത്? നിങ്ങൾ വഴിയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്ന. എന്നെ ഇങ്ങനെ ശല്യം ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. എടി പിങ്കി മോളെ, പോകാതെ, നീ ഒന്ന് നിൽക്ക്. വേണ്ട, നിങ്ങളൊക്കെ അവന്റെ സൈഡല്ലേ, അവനെയും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ നിന്നോ, എന്നോട് ആരും കൂട്ടുകൂടണ്ട. എടി ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലടി, ഞങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. നീ ഒന്ന് പോകാതെ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് കുറച്ചു നേരം കിടക്കണം, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. കണ്ടോടി കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവൾ എന്നോട് മിണ്ടില്ല എന്ന്. ഞാൻ കാരണം അവൾക്ക് നിങ്ങളോടും ദേഷ്യമായില്ലേ? സാരില്ലടാ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ. എടി കുഞ്ഞാവേ, എന്തായാലും അവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ല, അവളുടെ പിണക്കം നമുക്ക് മാറ്റണം. ശരിയാണ്, അതിപ്പോൾ എന്താണ് വഴി? അതിനൊരു വഴിയുണ്ട്. എന്ത് വഴി? അതിനൊരു വഴിയുണ്ട് എന്റെ കയ്യിൽ. നീ ഇങ്ങനെ സസ്പെൻസ് അടുപ്പിക്കാതെ കാര്യം പറ. എടി നാളെ ഏതാ ദിവസം? നാളെ സൺഡേ അല്ലേ? ഓ മണ്ടൂസേ, സൺഡേ തന്നെ.
നാളെ ഏതാ തീയതി എന്ന് ഓർമ്മയുണ്ടോ? നാളെയാണ് അവളുടെ ബർത്ത്ഡേ. ബർത്ത്ഡേയോ? അതെടെ ഉസ്മാനെ, നാളെയാണ് പിങ്കി മോളുടെ ബർത്ത്ഡേ. നമുക്ക് അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുത്താലോ? അത് പൊളിക്കും. ബർത്ത്ഡേക്ക് നമ്മൾ അവൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുത്താലേ അവളുടെ പിണക്കങ്ങളൊക്കെ മാറും. ഹായ്, നിന്റെ ഐഡിയ സൂപ്പർ ആടി. ചെറുക്കൻ്റെ ഒരു സന്തോഷം കണ്ടോ? പിന്നെ സന്തോഷമില്ലാണ്ട് ഓള് നമ്മളോട് മിണ്ടാതിരുന്നാലേ നമുക്കത് സഹിക്കൂല. എങ്കിൽ വാ, സമയം കളയാതെ നമുക്ക് നാളത്തെ പരിപാടിയെ പറ്റി ആലോചിക്കാം. നമ്മൾ എങ്ങനെ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കുക? ഏടാ, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. ശരിയാണ്, നമ്മൾ അവൾക്ക് സർപ്രൈസ് കൊടുക്കണമെങ്കിൽ ഇന്ന് നമ്മൾ 3 പേരും അവളുടെ വീട്ടിൽ താമസിക്കണം. നീ പറഞ്ഞത് ശരിയാണ്. നമ്മൾ എങ്ങനെ ഇന്ന് അവളുടെ വീട്ടിൽ താമസിക്കും? അതിന് നമ്മുടെ അമ്മമാർ സമ്മതിക്കുമോ? നമ്മുടെ അമ്മച്ചി സമ്മതിക്കും. എന്തെങ്കിലും കാരണം പറഞ്ഞാലേ നമ്മുടെ അമ്മച്ചി സമ്മതിക്കും. അതിന് എന്ത് കാരണമാ നീ പറയുക? അത് പിന്നെ ഒരു ഐഡിയ. നമ്മൾ അമ്മച്ചിയോട് പറയേ, സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയിട്ട് ഇതുവരെ എവിടെയും താമസിക്കാൻ പോയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് പിങ്കി മോളുടെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കോ? സമ്മതിക്കായിരിക്കും. നിങ്ങളും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ തീർച്ചയായും സമ്മതിക്കും. ശരി, എങ്കിൽ നമുക്കും അമ്മയോട് ആ കാരണം തന്നെ പറയാം. അതെ, ഈ ഉസ്മാനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലേ അമ്മയെ നമ്മളെ സമ്മതിക്കായിരിക്കും. ഓക്കെ, സെറ്റ്. എങ്കിൽ ജോലി ആയിരിക്കും. അതെ, ഇന്ന് എങ്ങനെയെങ്കിലും നമ്മൾ 3 പേരും അവിടെ താമസിക്കുക. നമ്മൾ അവിടെ പോകുമ്പോൾ ആരും കാണാതെ അവളുടെ ബർത്ത്ഡേക്ക് വേണ്ടി ഡെക്കറേഷന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകണം. എടി, ബലൂണും റിബൺസ് ഒക്കെ നമ്മൾ കൊണ്ടുവരാം. അതൊക്കെ എന്റെ വീട്ടിലുണ്ട്. ഓക്കെ. എടി കുഞ്ഞാറ്റെ, കേക്ക് നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തൊരു ചേച്ചി ഉണ്ടാക്കുന്നില്ലേ, ആ ചേച്ചിയോട് ഓർഡർ ചെയ്താലോ? അത് നീ പറഞ്ഞത് ശരിയാണ്. അപ്പൊ ആർക്കും സംശയം ഉണ്ടാവില്ല. ആ ചേച്ചി ആവുമ്പോൾ അവിടെ തന്നെ കൊണ്ടുവന്ന് തരികയും ചെയ്യും. അപ്പൊ എങ്ങനെയാ പ്ലാൻ ഒക്കെ? അതായത് നമ്മൾ 3 പേരും കൂടെ ഇന്ന് പിങ്കി മോളുടെ വീട്ടിൽ താമസിക്കുന്നു. എന്നിട്ട് ആരും കാണാതെ രാത്രിയാകുമ്പോൾ നമുക്ക് അവളുടെ വീടിന്റെ മുറ്റത്ത് ഡെക്കറേഷൻ ഒക്കെ ചെയ്യാം. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവൾക്കൊരു ബിഗ് സർപ്രൈസ് കൊടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ ഐഡിയ. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു. ഇജ്ജെന്ന് കരുനാക്ക് വളക്കാതെടി, ഇതൊക്കെ നടക്കുന്നേ. അതെ, നമ്മൾ വിചാരിച്ച നടക്കാത്തൊരു കാര്യമുണ്ടോ? ഇതൊക്കെ നടന്നിട്ട് വേണം അവളുടെ പിണക്കം മാറ്റാൻ. ഏടാ, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവളുടെ പിണക്കം മാറിയില്ലെങ്കിലോ? ഇജ്ജൊന്നും ഉണ്ടാതിരിക്കണ്ട ഇവിടെ. ഇങ്ങനെയൊന്നും പറഞ്ഞ് വീണ്ടും കൺഫ്യൂഷൻ ആക്കാതെ. അവളുടെ പിണക്കം എന്തായാലും മാറും. ഏടാ, ഞാനൊരു തമാശ പറഞ്ഞതാണ്, നിന്റെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അവളുടെ പിണക്കം മാറാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്യണത്. അപ്പൊ തീർച്ചയായും അവളുടെ പിണക്കം മാറും. നീ വിഷമിക്കണ്ട. സമയം കളയാതെങ്കിൽ വേഗം വാ, നമുക്ക് വീട്ടിൽ ചെന്ന് സമ്മതമാക്കിയിട്ട് വേണ്ട അവളുടെ വീട്ടിലേക്ക് പോകാൻ. അതെ, വേഗം വാ. എന്നാൽ നോക്ക്, കമലേന്റെല്ലേ അവിടെ നിന്ന് ചെടി നനക്കണത്. അതെ, കമലമ്മ. ആഹാ, 3 കുട്ടിപ്പട്ടാളുണ്ടല്ലോ. കമലമ്മ, പിങ്കി മോൾ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഹേയ്, ഇല്ല മോളെ, അവൾ ഒരേ കിടത്തമാണ്. ഇതുവരെയും എഴുന്നേറ്റില്ല. ആ റൂമിൽ തന്നെ കിടക്കുന്നുണ്ട്. അവൾക്ക് പനിക്കുന്നുണ്ടോ? ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. അവളുടെ പിണക്കം മാറിയില്ലെന്നാ തോന്നുന്നത് അല്ലേ? അതെ കമലമ്മ, അവളുടെ പിണക്കം ഇതുവരെ മാറിയില്ല. സാരില്ല കുട്ടികളെ, അത് മാറിക്കോളും. അവൾക്ക് എന്തോ കാര്യമായിട്ട് മനസ്സിൽ തട്ടിയിട്ടുണ്ട്. അതാണ് അങ്ങനെ അവൾക്ക് ദേഷ്യം. ഞാനാ കമലമ്മ അതിന് കാരണം. പക്ഷേ അതിന് ഞാൻ അവളുടെ സോറി പറഞ്ഞതാണ്. അത് അവളെ കേൾക്കുന്നില്ല. സാരിയില്ല മോനെ, അതൊക്കെ മാറിക്കോളും. കമലമ്മ, ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് മോളെ? ഞങ്ങൾ ഇന്നിവിടെ താമസിച്ചോട്ടെന്നോ? അതിനെന്താ? നിങ്ങൾക്കിവിടെ താമസിക്കാൻ എന്റെ അനുവാദം വേണോ? നിങ്ങളും എന്റെ മക്കൾ തന്നെയല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇവിടെ വന്ന് താമസിച്ചുകൂടെ? ഞങ്ങളെ അമ്മയോട് സമ്മതാക്കിയിട്ട് വന്നതാണ്. ഞമ്മളും നമ്മുടെ അമ്മച്ചിയോട് സമ്മതാക്കിയിട്ട് വന്നതാണ്. അതെന്തായാലും നന്നായി. ഇന്നെന്തായാലും നിങ്ങൾ ഇവിടെ താമസിച്ചോ. അപ്പോഴേ അവളുടെ പിണക്കമൊക്കെ മാറുമല്ലോ. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അവൾ അകത്തുണ്ട്, നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലി. അവളോട് 2-3 വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കും. അപ്പോഴത്തേക്ക് ഞാൻ ഈ ചെടികളൊക്കെ ഒന്ന് നനച്ചിട്ട് അങ്ങോട്ടേക്ക് വരാം. നമുക്കിന്ന് അടിച്ചു പൊളിക്കാന്നേ. ശരി കമലമ്മ. പിങ്കി മോളെ, ഞങ്ങൾ വന്നടി. നിങ്ങളോ? നിങ്ങൾ വീണ്ടും വന്നോ? അതെല്ലോ, ഞങ്ങൾ വീണ്ടും വന്നല്ലോ. ഞങ്ങൾ വന്നതേ നിനക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നീ ഞങ്ങളോട് പിണങ്ങി നിന്നാലും ഞങ്ങൾക്ക് നിന്നോട് പിണങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം നീ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അപ്പം എന്റെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണോ നിങ്ങൾ? നടക്കില്ല മക്കളെ, നടക്കില്ല. അല്ലെങ്കിലും
എനിക്ക് നിങ്ങളോടൊന്നും പിണക്കമില്ലല്ലോ, പിന്നെന്തേ? പിന്നെ പിന്നെ പിണക്കമില്ലാത്ത ഒരാള് പിണക്കമില്ലാത്തത് കൊണ്ടാണോ നീ ഞങ്ങളുടെ കൂടെ കളിക്കാനൊന്നും വരാത്തത്? അത് പിന്നെ എനിക്ക് പിണക്കമുണ്ടായിട്ടൊന്നുമല്ല. എടി കുഞ്ഞാവേ, നിങ്ങൾക്കറിയില്ലേ അവൾക്ക് എന്നോടാണ് പിണക്കം. ഞാനാണിപ്പോൾ അവളുടെ ശത്രു, അല്ലാതെ നിങ്ങളൊന്നുമല്ല. അല്ലേ പിങ്കി മോളെ? ഒന്ന് പോടാ അവിടുന്ന്. എനിക്ക് ആരോടും ഒന്നും സംസാരിക്കണ്ട. ശരിയാടാ, അവൾക്ക് വീണ്ടും പനിയായിരിക്കും. എന്തോന്ന് ഇത്രമാത്രം ചിരിക്കാനുള്ളത്? ഒരാൾക്ക് അസുഖം വരുമ്പോൾ ചിരിക്കുകയാണോ ചെയ്യുക? നിങ്ങളെന്താ എന്നെ കളിയാക്കുകയാണോ? ഏയ് അല്ലടി. പിന്നെ പിന്നെ അല്ലാതെ പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്നെ കളിയാക്കി ചിരിക്കുന്നത്? അതല്ല, അനക്ക് നല്ല പനിയല്ലേ, അതുകൊണ്ടല്ലേ നീ ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ശരിക്കും എനിക്ക് പനി തന്നെയാണ്. ആയിക്കോട്ടെ, നിനക്ക് പനിച്ചോട്ടെ, അതിനെന്താ? ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കിപ്പോ നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും താല്പര്യമില്ല. പിന്നെ നിങ്ങൾ വെറുതെ ഇവിടെ നിൽക്കണോ? ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഇന്ന് കളിക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ വെറുതെ നിന്ന് കാല് കടിക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ പോട്. പോകാനോ? അത് ഞങ്ങളോ? ഏടി, ഞങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കാൻ വന്നതാണ്. ഞങ്ങൾ ഇന്ന് എവിടേക്കും പോകുന്നില്ല. താമസിക്കാനോ? അതെയല്ലോ, ഞങ്ങളെ ഇന്ന് ഇവിടെ താമസിക്കാൻ വന്നതാണ്. അത് കൊള്ളാലോ. ഇവിടെ താമസിക്കാൻ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരുമോ? എന്റെ വീട്ടിൽ നിന്നും ഇവരുടെ വീട്ടിൽ നിന്നും സമ്മതിച്ചു. അത് മാത്രമല്ല, കമലമ്മയും പറഞ്ഞു ഞങ്ങളോട് ഇന്ന് ഇവിടെ താമസിച്ചോളാൻ. താമസിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാനൊന്നും ഉണ്ടാവില്ല. അത് ആദ്യമേ പറയാം. അതിന് നിന്നോടാരും ഞങ്ങളുടെ കൂടെ കളിക്കാൻ പറഞ്ഞത്? ഞങ്ങൾ നിന്റെ കൂടെ കളിക്കാനൊന്നും വന്നതല്ല. ഞങ്ങളെ വെറുതെ ഇവിടെ കമലമ്മയുടെ കൂടെ നിൽക്കാൻ വന്നതാണ്. അത് ശരിയാണ്, അല്ലാതെ നിന്റെ കൂടെ കളിക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ 3 പേരും തന്നെ കളിച്ചോളാം. നിങ്ങളുടെ വർത്താനൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? അതിലെ കമലമ്മ, ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ടേ ഈ പിങ്കി മോളെ വിശ്വസിക്കണില്ല. ഇവർ പറഞ്ഞ ശരിയാണ് മോളെ. ഇവർ 3 പേരും ഇന്ന് നിന്റെ കൂടെ താമസിക്കാൻ വന്നതാണ്. നമുക്കിന്ന് അടിച്ച് പൊളിക്കാന്നേ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കണ്ടേ കമലമ്മ? അല്ല, നിങ്ങൾ താമസിക്കാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ മുഖം എന്താ ഇങ്ങനെ കടന്നൽ കുത്തിയതുപോലെ? അതല്ലേലും അവൾക്ക് ഞങ്ങളോടൊന്നും സ്നേഹമില്ലല്ലോ, അതാണ് അങ്ങനെ. ഓ, അതൊന്നുമല്ല. അല്ലാതെ പിന്നെ എന്താ? അതെനിക്ക് വയ്യാഞ്ഞിട്ടാ, എനിക്ക് തീരെ വയ്യ. മമ്മി, ഇവിടെ ചായ ഒന്നും ഉണ്ടാക്കിയില്ലേ? എനിക്ക് വിശക്കണോ? എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അത് കൊള്ളാലോ. വിരുന്ന് വന്ന് ഇവർക്ക് കൊടുക്കാതെയാണോ ഇവിടെയുള്ള നിനക്ക് ഞാൻ തരേണ്ടത്? ഓഹോ, അപ്പൊ മമ്മിക്ക് മമ്മിയുടെ മോളാണോ വലുത്, അതോ ഇപ്പൊ കണ്ട് ഇവരാണോ വലുത്? എനിക്ക് നിങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ്. അവരും എന്റെ മക്കൾ തന്നെയല്ലേ. പണ്ടൊക്കെ ഞാനും സുമയും സൈനിയൊക്കെ എങ്ങനെ കഴിഞ്ഞതാണ്. ഞങ്ങളെ ഒരു ബെഞ്ചിലിരുന്ന് ഒരു പാത്രത്തിലുണ്ട് ഒരു കുടയിലൊക്കെ സ്കൂളിലൊക്കെ പോയ കാലമുണ്ടായിരുന്നു. ഓ, തുടങ്ങി മമ്മിയുടെ ഒരു നൊസ്റ്റു. മമ്മിക്ക് എപ്പം നോക്കിയാലും ഈ പഴയ കഥ മാത്രമേ ഉള്ളൂ. ഇതൊന്നും പഴയ കഥയല്ലടി, ഇതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവങ്ങളാണ്. നീ കാണുന്നില്ലേ ഇപ്പോഴും ഞങ്ങളുടെ ഒരു സ്നേഹബന്ധം? ഞങ്ങൾ 3 പേരും ഇപ്പോഴും ഒറ്റക്കെട്ടാണ്. അപ്പോ ഞങ്ങളുടെ മക്കൾ നിങ്ങളും അതുപോലെ തന്നെ വളരണ്ടേ? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെതിരെ പ്രതിരോധിക്കണം. അല്ലാതെ ഇങ്ങനെ മിണ്ടാതെയും പറയാതെ ഒരു കാര്യമില്ല. മതി മമ്മിയുടെ ഉപദേശം എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് ഇത്തിരി ചായ തരുമോ? നിനക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ചായ കുടിക്കാം. നിങ്ങൾ എല്ലാവരും അടുക്കളയിലേക്ക് വാ. ഞാൻ നല്ല സൂപ്പർ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹായ്, പഴംപൊരിയോ? ഹോ, പഴംപൊരിന്ന് കേട്ടപ്പോ കൊതിന്റെ വായിന്ന് വെള്ളം വരുന്നത് കണ്ടോ? പിന്നെ അല്ലാതെ പഴംപൊരി നമ്മുടെ ജീവനാണ്. ഹോ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും പഴംപൊരി മാത്രമാണ് നിനക്ക് ജീവനെന്ന്. ബാക്കിയൊന്നും നിനക്ക് ഇഷ്ടല്ലേ? എന്ത് ഭക്ഷണം കണ്ടാലും നിനക്ക് കൊതി തന്നെയല്ലേ? പിങ്കി മോളെ, അങ്ങനെയൊന്നും അവനോട് പറയാതെ. അവനെ ഇന്ന് നിന്റെ ഗസ്റ്റ് ആണ്. ഗസ്റ്റുകളെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. സാരമില്ല കമലമ്മ, അവള് പറഞ്ഞോട്ടെ. ഞമ്മക്കതൊന്നും ഒരു കുഴപ്പമില്ല. അവള് നമ്മുടെ ഫ്രണ്ട് അല്ലേ. കണ്ടോടി, കണ്ടോ അവന്റെ ഒരു സ്നേഹം കണ്ടോ? ഓ, ഞാനൊന്നും പറഞ്ഞില്ലേ. പഴംപൊരി എങ്കിൽ പഴംപൊരി, അതും കൂട്ടി ചായതാ. എങ്കിൽ എല്ലാരും കിച്ചണിലേക്ക് വാ. നമുക്ക് അവിടെ നിന്നും ഒരുമിച്ചിരുന്ന് കഴിക്കാം. ചായ വേണമെങ്കിലേ എന്റെ കൂടെ വാ, അല്ലാതെ അവിടെ നിന്നാ ചായ കിട്ടില്ല. അവളുടെ ദേഷ്യത്തിന് ഒരു കുറവുമില്ല അല്ലേ? ആ ദേഷ്യം മാറ്റാനല്ലേ നമ്മൾ ഇവിടെ വന്നത്. നാളെ നമ്മൾ അവൾക്ക് സർപ്രൈസ് പാർട്ടി കൊടുക്കുമ്പോഴേ അവളുടെ ദേഷ്യമൊക്കെ പോകും. അതുവരെ നമ്മളൊന്ന് ക്ഷമിച്ചിരുന്നാൽ മതി. ഉസ്മാൻ പറഞ്ഞത് ശരിയാണ്. നാളെ വരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം.
ഇപ്പൊ ഇങ്ങള് വരി, നമുക്ക് പോയിട്ട് ആ പഴംപൊരിയും ചായയും കുടിക്കാം. അല്ലെങ്കിൽ നമ്മളോടുള്ള ദേഷ്യത്തിന് അവൾ ആ പഴംപൊരി മുഴുവൻ എടുത്ത് കഴിക്കാതായിരിക്കും. ശരിയാണ്. അല്ല ഇതെന്താ, നിങ്ങൾ ഇതുവരെ കിടന്നില്ലേ? ഹേയ് ഇല്ല, ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഓരോരോ കഥകൾ പറയുകയായിരുന്നു. അത് ശരി, ഉറക്കൊന്നുമില്ലേ? അല്ല, അവളെവിടെ പിങ്കി മോള്? അവളെ കാണുന്നില്ലല്ലോ നിങ്ങളുടെ കൂടെ. അവള് പോയി കിടന്നു. എന്ത്, കിടന്നെന്നോ? നിങ്ങളെ കൂട്ടാതെ അവൾ ഒറ്റക്ക് പോയി കിടന്നോ? അവള് നേരത്തെ കിടന്നല്ലോ. ആഹാ, കൊള്ളാൻ അവളുടെ വാശി. അവൾക്ക് ഞാനിന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് അവളുടെ കൂടെ ഇവിടെ താമസിക്കാൻ വന്നിട്ട് നിങ്ങളെ കൂട്ടാതെ അവളെങ്ങാനും ഒറ്റയ്ക്ക് കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വാശി തന്നെയാണ്. പെൺകുട്ടികളായാലേ അത്ര വാശി പറ്റില്ല. അവൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്. സാരില്ല കമലമ്മ, അവൾ കിടന്നോട്ടെ. അവൾക്ക് നല്ല ക്ഷീണമുണ്ടാകും, അതാവും അവൾ വേഗം കിടന്നത്. പിന്നെ പിന്നെ ഒന്ന് പോടി വിളയായിരുന്നു. ഓക്ക് ക്ഷീണം ഉണ്ടായിട്ടൊന്നല്ല, ഓൾ നമ്മളോട് മിണ്ടാൻ കഴിയാഞ്ഞിട്ടാണ് വേഗം കിടന്നുറങ്ങിയത്. ഉസ്മാൻ പറഞ്ഞത് ശരിയാണ്. നിങ്ങളെ നല്ല കുട്ടികളായിട്ടല്ലേ അവൾ നിങ്ങളോട് അനങ്ങാണ്ട് നിന്നിട്ടും നിങ്ങൾ ഇന്ന് ഇവിടെ താമസിക്കാൻ വന്നത്? അത് മാത്രമല്ല, ഒരാൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുക? അവക്ക് ഞാൻ വച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടത്. എവിടെ അവൾ? പിങ്കി മോളെ, പിങ്കി മോളെ, എവിടെയാണ് നീ ഉള്ളത്? നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്. അയ്യോ, ആകെ സീനായോ? കമലമങ്ങാൻ പോയിട്ട് അവളെ വീണ്ടും വഴക്ക് പറഞ്ഞാലേ അവള് വീണ്ടും കരയും. പിന്നെ ഇതിനൊക്കെ കാരണം നമ്മളാണെന്ന് പറയും. അങ്ങനെയായാലേ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കത്തില്ല. നാളെ നമ്മൾ അവൾക്ക് സർപ്രൈസ് പാർട്ടി കൊടുത്താലും അവൾ നമ്മളോട് മിണ്ടില്ല. കുഞ്ഞാറ്റ പറഞ്ഞത് ശരിയാണ്. പിന്നെ നമ്മൾ എന്ത് കളിച്ചാലും അവൾ പിന്നെ നമ്മളോട് ഒരു കാലത്തും മിണ്ടില്ല. ഓ, ഇതിനൊക്കെ കാരണം ഈ ഉസ്മാനാണ്. അതെ, നീ തന്നെ. ഞാനെന്ത് ചെയ്തു? അവളല്ലേ വേഗം പോയി കിടന്നുറങ്ങിയത്. ശരിയാണ്, അവൾ തന്നെയാണ് വേഗം പോയി കിടന്നുറങ്ങിയത്. പക്ഷെ നീ എന്തിനാ കമലമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? അതുകൊണ്ടല്ലേ കമലമ്മക്ക് ദേഷ്യം പിടിച്ചത്. അത് പിന്നെ നമ്മളൊരു സത്യം പറഞ്ഞതാണ്. ഒരു സത്യം പറച്ചിലുകാരൻ. നീ അനാവശ്യമായിട്ട് എവിടെയും വായി തുറക്കാണ്ട് നിന്നാ മതി. എന്നാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു. സോറി, അത് നമുക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്കും അങ്ങോട്ട് ചെന്ന് നോക്കാം. ശരിയാടി, വേഗം വാ, നമുക്കും അങ്ങോട്ട് ചെന്ന് നോക്കാം. പിങ്കി മോളെ, പിങ്കി മോളെ. എന്തുവാ മമ്മി ഇങ്ങനെ വിളിച്ചു പോണത്? നീ എന്താക്കുകയാണ് ഇവിടെ നിന്ന്? മമ്മിക്ക് കണ്ടൂടെ, ഞാൻ ഇവിടെ കിടക്കുകയല്ലേ. ഹോ, എന്റെ പൊന്നു മോൾ ഇവിടെ കിടക്കുകയായിരുന്നോ? മമ്മി വിചാരിച്ചേ എന്റെ മോൾ ഇവിടെ നിന്ന് തിരുവാതിര കളിക്കുകയായിരിക്കും. എന്താ മമ്മി, എന്തിനാ മമ്മി ഇങ്ങനെ ചൂടാവണത്? പിന്നെ ചൂടാവാതെ, എടി നിന്റെ കൂടെ താമസിക്കാൻ വേണ്ടിട്ടല്ലേ ഉസ്മാനും കുഞ്ഞാറ്റയും കുഞ്ഞാവയൊക്കെ ഇവിടെ വന്നത്. എന്നിട്ട് നീ അവരെ കൂടാതെ ഒറ്റയ്ക്ക് കിടന്നുറങ്ങുകയാണോ? ഹോ, അപ്പൊ അതാണോ പ്രശ്നം? എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ട് വന്നു കിടന്നതാണ്. വല്ലാത്തൊരു ക്ഷീണം. അത് മാത്രമല്ല, ശരീരമാകെ കുളിരുകയും ചെയ്യുന്നു. കമലമ്മ, കമലമ്മ, അതവള് പറയുന്നത് നുണയാണ്. നുണ പറയുകയാണെന്നോ? അതെന്താ? പിന്നല്ലാതെ അവള് നുണ പറയുകയാണത്. ഇങ്ങനെ ശരീരം ആർക്കെങ്കിലും കൂടുതൽ തണുക്കുമ്പോൾ ആരെങ്കിലും ഫാനും ഇട്ട് കിടക്കുമോ? ഉസ്മാൻ പറഞ്ഞത് ശരിയാണല്ലോ. അങ്ങനെ നിനക്ക് തണുക്കുന്നുണ്ടെങ്കിലേ നീ ഇങ്ങനെ ഫാനും ഇട്ട് കിടക്കത്തില്ലല്ലോ. ഓ, പാറ വെക്കാൻ വന്നിരിക്കുന്നു പുളുവടി ഉസ്മാൻ. ഈ ഉസ്മാനെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഉസ്മാനെ, നീ ഒന്ന് മിണ്ടാതിരിക്കേ. ഇതൊക്കെ കേട്ടിട്ട് അവളുടെ ദേഷ്യം കൂടത്തേ ഉള്ളൂ. അല്ലോ, സോറി ഡി, നമ്മളോട് അറിയാതെ പറഞ്ഞു പോയതാണ്. നിന്റെ കുരുത്തക്കേട് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും പറയുന്നില്ല എന്ന് വെച്ചിട്ട് നീ അധികം ഓവറാക്കാൻ നിൽക്കണ്ട. ഷോ, എന്റെ മമ്മി, ഞാൻ എന്തോന്നാ ഇപ്പം വേണ്ടത്? അയ്യോ, തമ്പുരാട്ടി ഒന്നും ചെയ്യണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. നീയേ അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കണ്ട. നിന്റെ കൂടെ കുഞ്ഞാറ്റയും കുഞ്ഞാവയും കിടത്തെ. ഉസ്മാൻ എന്റെ കൂടെ കിടന്നോട്ടെ. അതിനെന്താ, അവരും ഇവിടെ കിടന്നോട്ടെ. അവരോട് ആരോടും ഞാൻ ഇവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എടി കുഞ്ഞാവേ, അങ്ങനെ മാറി കിടന്നാൽ നമ്മുടെ പ്ലാന് വല്ലതും നടക്കുവോ? ശരിയാണല്ലോ, ഇവനെ അപ്പുറത്ത് കമലമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ രാത്രി എഴുന്നേറ്റ് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യും? ഹോ, അതോട്ട് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങളെ രാത്രി എഴുന്നേറ്റിട്ട് മെല്ലെ വന്ന് എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ രാത്രി വന്ന് വിളിച്ചാൽ നീ എഴുന്നേൽക്കുമോ? ആന്നേ, നമ്മൾ എഴുന്നേറ്റോളാം. നിങ്ങൾ വന്ന് വിളിച്ചാൽ മതി. എടാ, ഇനിയെങ്ങാനും നീ എഴുന്നേറ്റില്ലെങ്കിൽ നമ്മുടെ പരിപാടി ആകെ കുളമാകും. നീ എഴുന്നേൽക്കില്ലേ? ആടി, നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ വന്ന് മെല്ലെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ അപ്പം മെല്ലെ വന്ന് എഴുന്നേറ്റോളാം. ശരി, എങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാമല്ലേ? നിങ്ങൾ എന്താ കുട്ടികളെ അവിടെ നിന്ന് സംസാരിക്കണത്? ഇവളുടെ വർത്താനം കേട്ടിട്ട് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്നുണ്ടാവും അല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല കമലമ്മ.
ഞങ്ങളെ കമലമ്മ പറഞ്ഞതുപോലെ കിടക്കാമെന്ന് പറഞ്ഞതാ. ഹാ, എങ്കിൽ ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കയറി കിടന്നോ. ഉസ്മാൻ എന്റെ കൂടെ വരട്ടെ, ഞങ്ങൾ അപ്പുറത്ത് പോയി കിടന്നോളാം. എങ്കിൽ വാ കമലമ്മ, നമുക്ക് പോയി കിടക്കാം, എനിക്ക് ഉറക്കം വരുന്നു. ദാടാ വരുന്നു. മക്കളെ, നിങ്ങൾ അവളുടെ ദേഷ്യമൊന്നും നോക്കണ്ട, നിങ്ങൾ കയറി കിടന്നോ. നമുക്ക് ഇനിയുള്ള കഥകളൊക്കെ ബാക്കി രാവിലെ എഴുന്നേറ്റിട്ട് പറയാം. നിങ്ങൾ കയറി കിടന്നോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡേഡി, മര്യാദയ്ക്ക് നിന്നോട് പറയാം, ഇനി എങ്ങനെ നീ ഇവരെ ഇടങ്ങാറാക്കിയാൽ എന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കൊള്ളും, കേട്ടോ? ഓ ഇല്ല മമ്മി, ഞാനൊന്നും ചെയ്യുന്നില്ല. ആ, അങ്ങനെയാണെങ്കിലും നിനക്ക് നല്ലത്. വാട ഉസ്മാനെ, നമുക്ക് പോയി കിടക്കാം. പിങ്കി മോളെ, നിനക്ക് ഞങ്ങളോടും ദേഷ്യമാണോ? എനിക്ക് ആരോടും ദേഷ്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ? നിങ്ങൾ വന്ന് ഇവിടെ കിടന്നുറങ്ങാൻ നോക്ക്. അയ്യോ, സമയം 4 മണിയായല്ലോ. ഇത്രയും അലാറം അടിഞ്ഞിട്ടും ഈ മണ്ടി ഇതുവരെ എഴുന്നേറ്റില്ലേ? എടി കുഞ്ഞാവേ, എനിക്ക് കുഞ്ഞാവേ, സമയായി. ഒന്ന് പോ അമ്മ, ഞാനിന്ന് എണീക്കണില്ല, എനിക്കിന്ന് സ്കൂളിലേക്ക് പോകണ്ട. എടി ഒന്ന് എണീക്കടി, ഇത് നമ്മുടെ വീടല്ല, നമ്മൾ പിങ്കിമോളുടെ വീട്ടിലാണുള്ളത്. നിന്നോട് മറന്നു പോയോ? ഒന്ന് എണീക്കടി. ഒന്ന് ശല്യപ്പെടുത്താതെ, ഞാൻ കുറച്ചും കൂടി ഉറങ്ങട്ടെ. അയ്യോ, ഈ പെണ്ണിന് എന്താണ് വേണ്ടത്? എടി കുഞ്ഞാവേ, ഇത് ഞാനാ കുഞ്ഞാട്ടാ. എടി നിന്നോട് മറന്നു പോയോ? നമുക്ക് ഡെക്കറേഷൻ ചെയ്യേണ്ട പിങ്കിമോളുടെ പിറന്നാളിന് വേണ്ടിയിട്ട്. എഴുന്നേൽക്കടി. ശരിയാണല്ലോ നീ പറഞ്ഞത്, അത് എന്നോട് മറന്നുപോയി. ഇങ്ങനെ മറന്നു പോയാലേ നമ്മുടെ പരിപാടി ഒന്നും നടക്കത്തില്ല. ഇനിയിപ്പോൾ ഉസ്മാൻ എങ്ങനെയാണോ വിളിച്ചുണർത്തുക? ശബ്ദമുണ്ടാക്കാതെ നീ ഒന്ന് എഴുന്നേറ്റ് വാ. പിങ്കിമോളങ്ങാൻ എഴുന്നേറ്റ പിന്നെ നമ്മുടെ പ്ലാന് മൊത്തം പൊളിഞ്ഞു. ശരിയാണ്, അവള് നല്ല ഉറക്കത്തിലുള്ളത്. നമുക്കെന്നാൽ പോയാലോ? എങ്കിൽ വേഗം വാ, നമുക്ക് അവനെയും ശബ്ദമുണ്ടാക്കാതെ വിളിച്ചുണർത്താം. ഡാഡി നോക്ക്, അവന് നല്ല ഉറക്കത്തിലാണുള്ളത്. അവൻ മാത്രമല്ല, കമലമ്മേ നല്ല ഉറക്കത്തിലുള്ളത്. നീ ശബ്ദമുണ്ടാക്കാതെ മെല്ലെ പോയിട്ട് അവനെ വിളിക്ക്. ഇനിയിപ്പോ ഈ പഹയൻ എന്ത് പറഞ്ഞിട്ടാണാവോ എഴുന്നേൽക്കുക. എടാ ഉസ്മാനെ, എടാ ഉസ്മാനെ, എഴുന്നേൽക്കടാ. എടാ ഉസ്മാനെ, ഒന്ന് എഴുന്നേൽക്കടാ. നമുക്ക് ചിക്കൻ ഫ്രൈ മതി. ചിക്കൻ ഫ്രൈയോ? ദാടാ ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈയോ? എവിടെ ചിക്കൻ ഫ്രൈ? എടാ കൊതിയ, നമ്മൾ പിങ്കിമോളുടെ വീട്ടിലല്ലേ ഉള്ളത്. ഇവിടെ എവിടെ നിന്നാ ചിക്കൻ ഫ്രൈ? വെറുതെ നമ്മളെ കൊതിപ്പിച്ച്. ഏത് സമയം നോക്കിയാലും തിന്നേണ്ട വിചാരമേ ഈ പഹയനുള്ളൂ. ശബ്ദമുണ്ടാക്കാതെ വാ, നമുക്ക് ഡെക്കറേഷൻ പരിപാടി നോക്കണ്ടേ? നോക്കണം. എങ്കിൽ വേഗം വാ, കമലം എഴുന്നേൽക്കുന്നതിന് മുമ്പേ നമുക്ക് പുറത്തേക്ക് കിടക്കണം. ഇതൊരുമാതിരി ഉറക്കത്തിന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഭക്ഷണമില്ലാതെ പറഞ്ഞ അവസ്ഥയാണല്ലോ. എന്റെ കൊതിയാ, നീ ഒന്ന് നടക്ക്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. വഴി ഉണ്ടാക്കിയാ മതി. പിങ്കിമോളുടെ കേക്കിന്റെ പകുതി ഭാഗം എനിക്ക് തന്നാ മതി. പകുതിയാക്കണ്ടടാ, മുഴുവനും നീ തന്നെ കഴിച്ചോ, അതാ നല്ലത്. അങ്ങനെയാണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. ഒന്ന് മിണ്ടാതെ നടക്ക്, നമുക്ക് ഡെക്കറേഷൻ പരിപാടി ചെയ്യേണ്ടതല്ലേ. എടി കുഞ്ഞാറ്റേ, കുഞ്ഞാവേ, ബലൂണൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞോ? നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു? നമ്മളൊന്ന് മുള്ളാൻ പോയതാ. എന്നിട്ട് നിന്റെ മുള്ളലൊക്കെ കഴിഞ്ഞോ? ഓ കഴിഞ്ഞേ. എങ്കിൽ നീ ഇവിടെയൊക്കെ ഒന്ന് നോക്ക്, എന്തെങ്കിലും കുറവുണ്ടോ എന്ന്. നമ്മൾ ഡെക്കറേറ്റ് ചെയ്തത് എങ്ങനെയുണ്ട്? ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പക്ഷെ കേക്ക് എവിടെ? കേക്ക് എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ഇങ്ങനെയും ഒരു മണ്ടൻ. എടാ മണ്ടൂസേ, കേക്ക് എങ്ങാൻ ഇപ്പോഴേ വെച്ചാൽ അത് കേടായി പോകത്തില്ലേ? അത് നമ്മൾ രാവിലെ എടുക്കത്തുള്ളൂ, അല്ലാതെ ഇപ്പോൾ തന്നെ കേക്ക് വെക്കത്തില്ല. അത് ശരിയാണല്ലേ, നമ്മളോട് അതങ്ങ് മറന്നുപോയി. ഇനി നമുക്ക് പോയി കിടന്നുറങ്ങിയാലോ? രാവിലെ എഴുന്നേറ്റിട്ട് അവൾക്കൊരു ബിഗ് സർപ്രൈസ് തന്നെ കൊടുക്കാം. ശരിയാണ്, ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. എങ്കിൽ വാ, ബാക്കി ഇനി നമുക്ക് രാവിലെ കാണാം. ഒന്ന് വേഗം വാടി, നമുക്ക് അവളെ വിളിച്ചിട്ട് സർപ്രൈസ് കാണിച്ചു കൊടുക്കണ്ടേ? ശരിയാണ്, അവൾ എവിടെയാണുള്ളത്? ദാ നോക്ക്, അവളതാ വരുന്നുണ്ട്. എടി പിങ്കി മോളെ, നീ എന്തിനാണ് ഞങ്ങളെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ മുഖം കൂർപ്പിച്ച് വെക്കണത്? ആര് പറഞ്ഞു നിങ്ങളോട് ഞാൻ മുഖം കൂർപ്പിച്ച് വെക്കുകയാണെന്ന്? അതിപ്പോ പ്രത്യേകിച്ച് ആരെങ്കിലും പറയണോ? നിന്റെ മോത കണ്ടാൽ അറിയത്തില്ലേ? ഓരോന്ന് പറഞ്ഞ് രാവിലെ തന്നെ വഴക്കിന് വരാതെ. നിങ്ങളൊക്കെ എപ്പോഴാണ് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്? അതെന്താടി, നിനക്ക് ഞങ്ങളെ പറഞ്ഞേക്കാൻ തിടുക്കമായോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്. നീ ഒന്ന് ഞങ്ങളുടെ കൂടെ പുറത്തേക്ക് വരുമോ? നിന്റെ മമ്മിയുടെ ചെടിയുടെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തരാനാ. അതെ അതെ, അതൊന്നും നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലല്ലോ. അതൊക്കെ ഞാൻ എന്തോന്ന് പ്രത്യേകിച്ച് കാണിച്ചു തരാനാ? അതൊക്കെയല്ലേ പുറത്തുള്ളത്, നിങ്ങൾക്ക് ചെന്ന് നോക്കിക്കൂടെ? അതല്ലടി, നിന്റെ വീട്ടിലത്തെ സാധനമാകുമ്പോൾ അതൊക്കെ നീ കാണിച്ചു തരണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാണ്.
തന്നെയുണ്ട്. കാണണമെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ വാ. ദേടി ദാ നോക്ക് കുഞ്ഞാവേ, അവള് വരുന്നുണ്ട്. വേഗം വാ. ഒന്നവിടെ നിക്കടി, ഞങ്ങളും വരുന്നുണ്ട്. വേഗം എന്റെ കൂടെ തന്നെ നടന്നോ. ഇതൊക്കെ എന്താ? ഇവിടെ എന്താ ഇന്ന് പരിപാടി? ഇതൊക്കെ ആരാ ചെയ്തത്? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതൊക്കെ ആരുടെ പരിപാടിയാണ്? ഹാപ്പി ബർത്ത്ഡേ എന്നോ? ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? ശരിയാണല്ലോ, ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലേ. ഇങ്ങനെയൊക്കെ ആരാ ഇവിടെ ചെയ്തത്? മമ്മിയുടെ പണിയാണോ? മമ്മി മമ്മി ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ചിരിക്കണത്? നിങ്ങൾക്കറിയോ, ഇന്ന് എന്റെ പിറന്നാളാണ്. ഇതൊക്കെ എനിക്ക് വേണ്ടി മമ്മി ചെയ്ത സർപ്രൈസ് ആണ്. അയ്യോ, ഇതൊക്കെ എന്താണ്? ഇതാരുടെ പിറന്നാളാണ് ഇന്ന്? മതി മമ്മി അഭിനയിച്ചത്, എനിക്കൊക്കെ മനസ്സിലായി. മനസ്സിലായെന്നോ? എന്ത് മനസ്സിലായെന്നേ? ഇന്ന് എന്റെ പിറന്നാളല്ലേ, എന്നോട് അതങ്ങ് മറന്നേ പോയിരുന്നു. മമ്മി അത് ഓർമ്മിച്ചിട്ട് എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാണ് ഇതൊക്കെ അല്ലേ? എന്ത്? ഞാനോ? എപ്പോ? മതി മമ്മി അഭിനയമൊക്കെ, എനിക്കൊക്കെ മനസ്സിലായി. പപ്പ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാകും എനിക്കിങ്ങനെ സർപ്രൈസ് പാർട്ടി തരണമെന്ന്. അതല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവക്കെന്താ ഭ്രാന്തായോ? ഇവൾ എന്തൊക്കെയായി പറയണത്? എടി പിങ്കി മോളെ, നീ ഇതെന്തൊക്കെയായി പറയണത്? എനിക്കിതൊന്നും ഓർമ്മയേ ഇല്ലായിരുന്നു. ഇങ്ങനെയൊക്കെ ആരാ ചെയ്തത്? ഞാനല്ല ഇതൊന്നും ചെയ്തത്. ഓ എന്റെ ചക്കര മമ്മി, എനിക്കൊക്കെ മനസ്സിലായി മമ്മി. ഇനിയെങ്കിലും സത്യം പറ. ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടിയത്. എന്ത് കാര്യമാണ് നിനക്ക് പിടികിട്ടിയത്? അപ്പം മമ്മി ക്ഷണിച്ചിട്ടാണല്ലേ ഇവരൊക്കെ ഇവിടെ വന്നത്? എന്റെ പിറന്നാളായതുകൊണ്ട് മമ്മി ക്ഷണിച്ചതല്ലേ ഇവരെയൊക്കെ? ഞാനോ? നീ എന്തൊക്കെയാണ് ഈ പറയണത്? എടി കുഞ്ഞാറ്റെ കുഞ്ഞാവേ, ഇവൾ എന്തൊക്കെയായി പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ആരാ ഇവിടെ ചെയ്തു വെച്ചത്? അതും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനല്ല ഇതൊന്നും ചെയ്തത്. അപ്പൊ സത്യമായിട്ട് മമ്മി അല്ല ഇതൊന്നും ചെയ്തത്? അല്ലടി അല്ല. അപ്പൊ പിന്നെ ഇതൊക്കെ ആരാ ചെയ്തത്? ഇതൊക്കെ ചെയ്തത് ഞങ്ങളാ. അതെ ഞങ്ങളാ. നിങ്ങളോ? അതെയല്ലോ, ഇതൊക്കെ ഞങ്ങൾ പെങ്കിമോൾക്ക് ഒരു സർപ്രൈസ് തന്നതല്ലേ. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? ശരിക്കും നിങ്ങളാണോ ഇതൊക്കെ ചെയ്തത്? അതെ, ഇന്ന് അവളുടെ ബർത്ത്ഡേ അല്ലേ, ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അവളെ. അപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് ചെയ്തതാണ് ഞങ്ങൾ ഇതൊക്കെ. അശ്ശോടാ, ചങ്ങാതിമാരായാലേ ഇങ്ങനെ തന്നെ വേണം. അല്ലാതെ ഇവളെ പോലെ മുഖം വീർപ്പിച്ച് നിൽക്കുകയല്ലല്ലോ വേണ്ടത്. എടി നോക്കടി, നിന്നോടുള്ള ഇവരുടെ സ്നേഹം. നിനക്ക് വേണ്ടിയിട്ടല്ലേ അവർ ഇതൊക്കെ ചെയ്തത്? ഇതൊക്കെ ചെയ്തിട്ട് നിന്റെ മുഖത്തിന് ഒരു തെളിവുമില്ലല്ലോടി. ഇനിയും നിനക്ക് ഇവരോട് ദേഷ്യം തന്നെയാണോ? എന്താ പിങ്കി മോളെ നീ ഇങ്ങനെ? അയ്യോ അങ്ങനെയൊന്നുമില്ല മമ്മി, എനിക്ക് ആരോടും ദേഷ്യമില്ല. എങ്കിൽ ശരി, നീ നല്ല കുട്ടിയായിട്ട് അവരോട് പോയിട്ട് സോറി പറ. നീ ചെയ്തതിനൊക്കെ സോറി പറയണം. അത് പിന്നെ അത് വേണോ മമ്മി? അത് വേണം വേണം വേണം. എങ്കിൽ മാത്രമേ നീ നല്ല കുട്ടിയാവത്തുള്ളൂ. ഇനി പഴയതുപോലെയൊന്നുമല്ല. നിനക്ക് ഇത് 10ാമത്തെ പിറന്നാളാണ്. നീ വലിയ കുട്ടിയായി. ശരി മമ്മി. എടി കുഞ്ഞാറ്റെ കുഞ്ഞാവേ, ഉസ്മാനെ, നിങ്ങളോടൊക്കെ ഞാൻ ചെയ്തത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. സോറി പിങ്കി മോളെ, തെറ്റി മുഴുവൻ ചെയ്തത് ഞാനല്ലേ. ഞാനാവുകൊണ്ട് നിന്നോട് 100 പ്രാവശ്യം സോറി പറഞ്ഞതുമാണ്. സാരമില്ല, നമുക്കതൊക്കെ വിട്ടുകളയാം. ഇനി നമുക്ക് വീണ്ടും നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നിൽക്കാം. എങ്കിൽ ഒരു മിനിറ്റ് ഇവിടെ നിൽക്ക്, ഞാൻ വേഗം വരാം. എന്നാലും നിങ്ങൾ എനിക്ക് വലിയ സർപ്രൈസ് തന്നെയാണ് തന്നത്. എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിനക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് തരണമെന്നേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഉസ്മാന്റെ പ്ലാനാണ്. കണ്ടോടി കണ്ടോ, ഇതുപോലുള്ള ചങ്ങാതിമാരെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനും സുമയും കമലയും ഒക്കെ കഴിഞ്ഞതുപോലെ തന്നെ എപ്പോഴും നിങ്ങൾ നല്ല ചങ്ങാതിമാരായിട്ട് തന്നെ കഴിയണം. നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോഴാണ് ഞങ്ങൾക്കും ഒരു സന്തോഷം ഉണ്ടാകുന്നത്. അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിയാലേ അത് ഞങ്ങൾക്കും ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഹോ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല മമ്മി, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. സാരില്ല കമലമ്മ, അവളെ ഒന്നും പറയണ്ട. അവളുടെ പിണക്കമൊക്കെ മാറിയില്ലേ, ഞങ്ങൾക്കത് മതി. അവൻ എവിടത്തേക്കാ പോയത് ഉസ്മാനി? അവൻ ഇപ്പൊ ഇങ്ങ് വരും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ പിങ്കി മോളെ. കേക്കുമുണ്ടോ? അതും എനിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ. ഇതെന്തൊക്കെയായി കുട്ടികൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇതിനൊക്കെ നിങ്ങൾക്ക് എപ്പോഴാ സമയം കിട്ടിയത്? എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതുപോലൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എങ്കിൽ വേഗം വാ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അതെന്തിനാണെന്ന് മനസ്സിലായോ നിനക്ക്? ആ കേക്ക് പകുതിയും അവനിക്ക് കഴിക്കാൻ വേണ്ടി തന്നെയാണ്. അന്ന് പോടി പിള്ളയായിരുന്നു.
ഇതേ പിങ്കിമോളുടെ കേക്കാ, അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാ മതി എനിക്ക്. എടാ കൊതിയാ, എനിക്കറിയില്ലേ നിന്റെ കൊതി. നീ കഴിച്ചതിന്റെ ബാക്കി പീസ് മാത്രം മതി ഞങ്ങൾക്ക്. അതിന്റെ ഇഷ്ടം. എങ്കിൽ വേഗം കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ ടു